മുട്ടാൻ നിൽക്കണ്ട, മുട്ടോളം എത്തില്ല. അതെ, നിലവിലെങ്ങേരേക്കാൾ വലിയൊരു നടൻ നമ്മുടെ മോളിവുഡിലുണ്ടോ? പോട്ടെ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ഈ പ്രായത്തിലും അനായാസം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നടനുണ്ടോ? ഉത്തരമില്ലാത്ത ചോദ്യമല്ലിത്. ഉത്തരം മമ്മൂട്ടിയെന്ന് മാത്രമുള്ള ചോദ്യമാണ്. ഇന്ത്യൻ സിനിമയിലെ രാക്ഷസ നടനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക അഭിനയത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഓരോ സിനിമയിലും സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിത്യവിസ്മയം. നാളെയാണ് ആ ചരിത്ര നിമിഷം. ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ സുപ്രധാന പ്രഖ്യാപനം നാളെ നടക്കാൻ പോവുകയാണ്. അതെ, നാഷണൽ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യം മുഴുവൻ ഒരു പേര് മന്ത്രിക്കാൻ കാത്തിരിക്കുകയാണ്: മമ്മൂട്ടി. കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയെയും ഇന്ത്യൻ സിനിമയെയും എടുത്തു നോക്കൂ. മോളിവുഡിൽ മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റാരുമല്ല, നമ്മുടെ കൊടുമൂൺ പോറ്റിയും ചാത്തനുമാണ്. ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്ഭുതത്തിലൂടെ മമ്മൂക്ക കാട്ടിക്കൂട്ടിയ ആ ഭയപ്പെടുത്തുന്ന അഭിനയ പ്രകടനം ഒന്ന് ഓർത്തു നോക്കൂ. ആ ചിരിയും ആ നോട്ടവും ആ ശബ്ദ വ്യതിയാനങ്ങളും, തിയേറ്ററിലിരുന്ന പ്രേക്ഷകരുടെ നട്ടെല്ലിലൂടെ ഭയം പാഞ്ഞു പോയ നിമിഷങ്ങൾ. ഈ ചാത്തനല്ലാതെ വേറെ ആരെങ്കിലും ഇതിനു മേലെ ഈ അവാർഡ് അർഹിക്കുന്നുണ്ടോ? നിലവിൽ 100% ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ ജെയിംസായും സുന്ദരമായും ജീവിച്ചു കാണിച്ച ആ പ്രകടനവും, കാതൽ എന്ന ചിത്രത്തിലെ മാത്യുവുമൊക്കെ ഈ മനുഷ്യന്റെ അഭിനയസിദ്ധിയുടെ മാറ്റുകൂട്ടിയിരിക്കുന്നവയാണ്. അഭിനയത്തിന്റെ ഈ കൊടുമുടിയെ മറികടക്കാൻ നിലവിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രകടനവും ഉണ്ടായിട്ടില്ല. നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ പലപ്പോഴും അട്ടിമറികൾ ഉണ്ടാകാറുണ്ടെന്ന് നമുക്കറിയാം. പ്രാദേശിക വാദങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളുമൊക്കെ പലപ്പോഴും അർഹതപ്പെട്ട അവാർഡുകൾ പലരിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് തന്നെ മുൻപ് പലതവണ കയ്യെത്തും ദൂരത്താണ് മികച്ച നടനുള്ള പുരസ്കാരം നഷ്ടമായിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു അട്ടിമറി ഇത്തവണ സംഭവിച്ചിട്ടില്ല എങ്കിൽ, പൂർണ്ണമായും അർഹതയ്ക്കാണ് വില നൽകുന്നതെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിയ നടനെന്ന റെക്കോർഡ് ഇനി മുതൽ മമ്മൂക്കയ്ക്കും സ്വന്തമാക്കും. നിലവിൽ മമ്മൂട്ടിയുടെ പേര് 3 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങളുണ്ട്. ഇത്തവണ 4ാമതൊരെണ്ണം കൂടി ആ ഷെൽഫിലേക്ക് എത്തിയാൽ അത് ചരിത്രമാകും. ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് അഭിനയ ചക്രവർത്തി അമിതാഭ് ബച്ചന്റെ 4 നാഷണൽ അവാർഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇക്കയ്ക്ക് മുന്നിൽ ഒരു റെക്കോർഡായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രഖ്യാപനത്തോടെ ബച്ചന്റെ ആ റെക്കോർഡിനൊപ്പം മമ്മൂക്കയും എത്തും. അതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡുള്ള നടന്മാർ മമ്മൂക്കയും അമിതാഭ് ബച്ചനും മാത്രമാകും. ചിന്തിച്ചു നോക്കൂ, ഒരു പ്രാദേശിക സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് തന്റെ 70കളിലും ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു നടൻ ബോളിവുഡിന്റെ മഹാരാജാവിനൊപ്പം റെക്കോർഡുകൾ പങ്കിടാൻ പോകുന്നു. ഭാഷാഭേദമന്യേ ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഈ ഒരു നേട്ടത്തെ ആദരവോട് മാത്രമേ നോക്കിക്കാണൂ. എന്തായാലും നാളെയാണ് ആ സുദിനം. കോടിക്കണക്കിന് വരുന്ന മമ്മൂട്ടി ആരാധകരുടെ മാത്രമല്ല, നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രബുദ്ധരായ എല്ലാ സിനിമാ പ്രേമികളുടെയും കണ്ണുകൾ നാളത്തെ പ്രഖ്യാപനത്തിലേക്കാണ്. ആ അവാർഡ് മമ്മൂക്കയുടെ കൈകളിലെത്തുമ്പോൾ അത് ആ അവാർഡിന്റെ തന്നെ തിളക്കം കൂട്ടും. ആ ചാത്തന്റെ ആട്ടത്തിന് രാജ്യം നൽകുന്ന അംഗീകാരമാകും അത്. ആ വിശ്വാസം നമുക്കുണ്ട്. നാളെ ആ പ്രഖ്യാപനം വരുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ ആ നിത്യവിസ്മയം തന്നെയാകും വിന്നറാകുക. കാത്തിരിക്കാം ആ ചരിത്ര നിമിഷത്തിനായി, ഇക്കയുടെ ആ റെക്കോർഡ് നേട്ടത്തിനായി. ഭ്രമയുഗത്തിലെ പോറ്റിയുടെ ആ അട്ടഹാസം നാളെ ഡൽഹിയിലും മുഴങ്ങട്ടെ.